There are situations നമ്മൾ എന്തിനാ വെറുതെ ചിലപ്പോൾ ചില പടങ്ങൾ കാണുമ്പോഴേ ഞാൻ ഒറ്റയ്ക്ക് കാണുമ്പോൾ ഞാൻ അങ്ങനെ വിങ്ങി 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 കരയും. ഏനോ ഈവൻ ദോ യു നോ നമ്മളത് സിനിമയാണെന്നും ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്നതാണെന്നും എല്ലാം അറിയാമെങ്കിൽ പോലും നമ്മൾ ഏതെങ്കിലും പടങ്ങളൊക്കെ അത് സിനിമ ഈവൻ ഇഫ് ഇറ്റ് ഇസ് നമ്മുടെ മലയാള സിനിമയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പടമോ എന്താണെങ്കിലും എനിക്കത് കാണാൻ ഇഷ്ടമാണ് അങ്ങനത്തെ പടങ്ങൾ. പക്ഷെ അത് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അപ്പോൾ മേ ബി ഞാൻ ചിന്തിക്കും നമ്മുടെ മൈൻഡിലുള്ള ഈ കരച്ചിലൊക്കെ അടക്കി വെച്ചിരുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഇതിലേക്ക് കൂടി വരുന്നുണ്ടോ നമുക്ക് അറിയില്ല. സി അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓരോരുത്തരും എവറിബഡി ഈസ് ഡിഫറെന്റ്. അങ്ങനെ ഓരോരോ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ഡിഫറെന്റ് ആയിരിക്കും. അല്ലാതെ ഒരേപോലെ തന്നെ എല്ലാവരും ഉണ്ടാവും. ഒരു സിറ്റുവേഷനിൽ ഇവർ കരയാണെങ്കിൽ ഇവരും കരയും എന്ന് പറയാൻ പറ്റൂല. ബട്ട് എനിക്ക് അതാ ഞാൻ പറഞ്ഞു, എൻ്റെ ആദ്യത്തെ കുട്ടി മരിച്ച സമയത്ത് ആണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് ഒരു ഫീലിംഗും ഇല്ലാതെ ഒരു ഇത് വന്നത്. ഒരു അന്ന് അവരെന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവള് പോയി, പെങ്കൊച്ചായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, അല്ല അത് ശ്രീനാഥിന്റെ ആ സമയത്തായിരുന്നു. സോ ആ സമയത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് എൻ്റെ ചേട്ടത്തെയും ഒക്കെ അവര് വന്നിട്ട് പറഞ്ഞു, മോളെ അത് എത്രാമത്തെ വയസ്സിലായിരുന്നു? എന്റെയോ ഐ തിങ്ക് ഐ വാസ് അബൌട്ട് 25-26 ആ സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നയം വ്യക്തമാക്കുന്നത് അഭിനയിക്കാൻ വരുന്നത്. ഇറ്റ് വാസ് ഇൻ ദ 90s 80s, ടുവേർഡ്സ് 90. ആ സമയത്ത് അതായിരുന്നു സിറ്റുവേഷൻ. വേറെ ഐ വാസ് ലൈക്ക് 18 മണിക്കൂറാണ്. ഷി വാസ് ഓക്കെ, ബട്ട് കുറെ കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഇറ്റ് വാസ് എ നോർമൽ ബർത്ത്. പക്ഷെ എന്നാലും ഐ തിങ്ക് ലേറ്റർ ഓൺ ഞാൻ അറിഞ്ഞത് അവര് കുറച്ച് ഡിലേ ചെയ്തു എന്നാണ്. ഡോക്ടർ വരാൻ ലേറ്റ് ആയി ഡെലിവറി. അപ്പോ അകത്തിരുന്ന് തന്നെ എന്താ പറയാ എക്സ്ഫിക്ഷിയസ് അങ്ങനെ എന്തോ ഒരു സംഭവം പറയില്ലേ, ഷീ ടുക്ക് ഔട്ട് ലോട്ട് ഓഫ് മ്യൂക്കസ് ഇൻസൈഡ് ഹെർ ലങ്സ്. അത് അറിഞ്ഞില്ല. അപ്പോൾ കുറെ യെല്ലോ ആയി. പിന്നെ ആഫ്റ്റർ സം ടൈം ഷീ കുഡന്റ് സർവൈവ്. അല്ല അത് ഹോസ്പിറ്റലിലെ പ്രശ്നമായിരുന്നോ അതോ അതിന് കംപ്ലൈന്റ്? അത് അവര് പിന്നെ പറയില്ലല്ലോ, പിന്നീടാണ് ഡിലേ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു അങ്ങനെ. സോ ഐ കുഡന്റ്. അപ്പൊ ആ ന്യൂസ് എന്റെ കയ്യിൽ എന്റെ ചേട്ടനൊക്കെ വന്ന് എന്റെ അടുത്ത് പറയുമ്പോഴും ഐ എം ഇൻ മൈ റൂം. അപ്പൊ ഇവള് ദേ ടുക്ക് ഹർ ടു ദ ഇൻക്യുബേറ്റർ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ചെയ്യാനൊക്കെ പോയി. ദേ സെഡ് ദേ ഹാവ് ടു ടേക്ക് ഹർ ടു അനദർ ഹോസ്പിറ്റൽ, ഓക്സിജൻ ഒക്കെ കൊണ്ടുപോയി. സഡൻലി ഐ എം ജസ്റ്റ് സീയിങ് ദേ കമ്മിങ് ആൻഡ് ടെല്ലിങ് മീ ഷീ ഈസ് ഗോൺ. അല്ല ഒന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത്. അവരുടെ മുഖം കണ്ടിങ്ങനെ വന്നപ്പോഴേ ഞാൻ നോക്കിട്ട് പോയില്ലേ. ഐ വാസ് ലിറ്ററലി ലൈക്ക് ദിസ്. എന്നിട്ട് ഇങ്ങനെ അന്ന് ഞാൻ കരഞ്ഞിട്ടേ ഇല്ല. ഐ തിങ്ക് ഫോർ എ ഫ്യൂ ഡേയ്സ് ഐ ഹാഡ് നോട്ട് ക്രൈഡ്. ആൻഡ് എനിക്കും പേടിയായി. അപ്പൊ അവർക്കൊക്കെ പേടിയായി, അമ്മയ്ക്കൊക്കെ. ബിക്കോസ് ഇവളെന്താ ഒന്നും ഫീലിംഗ് ഇല്ലാത്ത, കരച്ചിലില്ല. ബിക്കോസ് അതാ പറഞ്ഞ ആ സമയത്ത് തൊട്ട് എനിക്ക് പിന്നെ എപ്പോഴും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ ഐ നെവർ യൂസ് ടു ക്രൈ. എനിക്കൊന്ന് ഇപ്പൊ പറഞ്ഞ മരവിച്ചു പോയെന്നുള്ള അവസ്ഥയിലായിരുന്നു. അതാണ് ആദ്യം എനിക്കിപ്പോ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദാറ്റ് ഈസ് ഹൗ സോർട്ട് ഓഫ് എന്റെ മൈൻഡിൽ അങ്ങനെ ഒരു ആർമർ വന്നു എന്ന് തന്നെ പറയാം. സഡൻലി മൈ ബോഡി ജസ്റ്റ് ഐ തിങ്ക് ജസ്റ്റ് പ്രൊട്ടക്റ്റഡ് മീ ലൈക്ക് ദാറ്റ്. ആ സമയത്ത് കരയരുത് എന്നോ എന്തെങ്കിലും ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വർക്ക്സ്. ഞാൻ കരഞ്ഞില്ല. സോ ദാറ്റ് വാസ് ഓൾസോ ബാഡ്. ആ സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും ആക്റ്റീവ് അല്ല ഒട്ടും. ന്യൂസ് പേപ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൊരു ടൈമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ആ സമയത്ത് പോലും സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്ക് നേരിട്ടൊരു വ്യക്തിയാണ് ചേച്ചി. എനിക്കൊന്ന് കുറേ അനാവശ്യ വിവാദങ്ങളൊക്കെ എഴുതി ഒക്കെ. അപ്പം ഈ വിവാദങ്ങളൊക്കെ എങ്ങനെയാണ് ആ സമയത്ത് ഫേസ് ചെയ്തത്? മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഇഗ്നോർ തന്നെയായിരുന്നു ചെയ്തത്. ഇനീഷ്യലി എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാം. കാരണം നമുക്ക് അതിനെ യൂസ്ഡ് അല്ലല്ലോ. നമ്മളെ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ ഇവിടെ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിനെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അന്നൊക്കെ എനിക്ക് വായിക്കാൻ അറിയില്ല അതുവരെ കാര്യം പറയില്ല. അതെ. സോ അതുകൊണ്ട് ഞാൻ അധികം ഒന്നും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ ആൾക്കാർ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എനിക്കറിയാം. ദെൻ സുകുമാരി ചേച്ചിയൊക്കെ ഉള്ള സമയത്തൊക്കെ ചേച്ചിയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് മോൾ ഇനി അതൊന്നും ശ്രദ്ധിക്കാനൊന്നും പോണ്ട, ആൾക്കാർക്ക് വേറെ ജോലിയൊന്നുമില്ല. സോ അങ്ങനെ പറഞ്ഞ് കുറേയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മള് വിചാരിച്ചു ശരിയല്ലേ, നമ്മൾ ബോദർ ചെയ്യണ്ട. അപ്പൊ അതുകൊണ്ട് ഇന്നും ഇറ്റ് സംവാട്ട് ലൈക്ക് ദാറ്റ് ഓൺലി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.